തമിഴ്നാട്ടിലെ സാംസങ് ഇലക്ട്രോണിക്സ് പ്ലാന്റിലെ തൊഴിലാളി സമരം ഒരാഴ്ചയിലേക്ക്. ചെന്നൈക്ക് സമീപം ശ്രീപെരുമ്പത്തൂരിലെ പ്ലാന്റിലാണ് സമരം. മെച്ചപ്പെട്ട വേതനം, മികച്ച ജോലി സമയം, തൊഴിലാളി യൂണിയനെ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. CITUവിൻ്റെ പിന്തുണയോടെയാണ് സമരം. പ്ലാന്റിലെ 85% വരുന്ന 1700 പേരാണ് പണിമുടക്കുന്നത്. CITUവിന് കീഴിലെ സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയനും കമ്പനി അധികൃതരും ചൊവ്വാഴ്ച പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പണിമുടക്കുന്ന സമരക്കാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കരുതെന്നും യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനും എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും തൊഴിലാളികളുമായി സജീവ ചർച്ച നടത്തുന്നുണ്ടെന്ന് സാംസങ് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെട്ടതോടെ ജീവനക്കാർ സമരം തുടരുകയായിരുന്നു. വെള്ളിയാഴ്ച 100 കണക്കിന് പേരാണ് CITU എന്നെഴുതിയ തൊപ്പിയുമേന്തി സമരപന്തലിൽ അണിനിരുന്നത്. ജീവനക്കാർക്കും മതിയായ ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാത്ത കമ്പനികളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന് CITU തമിഴ്നാട് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി S. കണ്ണൻ മുന്നറിയിപ്പ് നൽകി. പലയിടത്തും അവകാശങ്ങൾക്ക് വേണ്ടി കൂട്ടായ രംഗത്ത് വരാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആപ്പിൾ കമ്പനിയുടെ വിതരണക്കാരായ ഫ്ലക്സ്, ഇലക്ട്രോണിക് സ്ഥാപനമായ സാൻമിന എന്നീ കമ്പനികളിലും യൂണിയൻ അംഗീകാരവും മെച്ചപ്പെട്ട വേതനവും ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ CITUവിന് പദ്ധതിയുണ്ടെന്ന് S. കണ്ണൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂലൈയിൽ സാംസങ് കമ്പനി അധികൃതർക്ക് ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് CITU കത്തയച്ചിരുന്നു. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ കമ്പനി ഇത് അവഗണിച്ചതോടെ തിങ്കളാഴ്ച മുതൽ ജീവനക്കാർ സമരത്തിനിറങ്ങുകയായിരുന്നു. 25,000 രൂപയാണ് സാംസങ്ങിലെ ജീവനക്കാരുടെ ശരാശരി വേതനമെന്ന് CITU പറയുന്നു. 3 വർഷത്തിനുള്ളിൽ ഇത് 36,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് യൂണിയന്റെ ആവശ്യം. ഒരു പതിറ്റാണ്ട് മുൻപ് സ്ഥാപനത്തിൽ പ്രവേശിച്ചവർക്ക് പോലും ഇപ്പോഴും 23,000 രൂപയാണ് ലഭിക്കുന്നത്. കുതിച്ചുയരുന്ന ജീവിത ചെലവുകൾ കാരണം ജീവിതം ദുസ്സഹമായി മാറിയിട്ടുണ്ടെന്നും സമരക്കാർ വ്യക്തമാക്കി. സമരം 5 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ പ്ലാന്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ദീപാവലി സീസൺ പ്രമാണിച്ച് മികച്ച ബിസിനസ് നടക്കുന്ന സമയം കൂടിയാണിത്. സമരം ഉൽപ്പാദനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ബിസിനസ്സിലെ മാന്ദ്യം കാരണം സാംസങ് ഇന്ത്യയിലെ വിവിധ ഡിവിഷനുകളിലായി മുതിർന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരവും കമ്പനിയെ പ്രതിസന്ധിയിലാക്കുന്നത്. സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ വാർഷിക വരുമാനം $12 ബില്യൺ. ഇതിൻ്റെ 1/3 തമിഴ്നാട്ടിലെ പ്ലാന്റിൽ നിന്നാണ്. സമരം കാരണം സാംസങ്ങിൻ്റെ ഓഹരി മൂല്യത്തിൽ 3% കുറവും വെള്ളിയാഴ്ച രേഖപ്പെടുത്തി. ഉൽപ്പാദനത്തെ തന്നെ ബാധിക്കും വിധം വലിയ രീതിയിലുള്ള പണിമുടക്ക് രാജ്യത്തെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ അത്ര പതിവുള്ളതല്ല. 2021 ഐഫോൺ വിതരണക്കാരായ വിസ്ട്രോണിൻ്റെയും ഫോക്സാകോണിൻ്റെയും ഫാക്ടറികളിലെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. വേതനം നൽകാത്തതും ജീവനക്കാർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതുമായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. ഇതല്ലാതെ അന്താരാഷ്ട്ര കുത്തക കമ്പനികളിൽ സമരം അത്ര പരിചിതമല്ല. വിദേശ നിക്ഷേപകരെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തേക്ക് ആകർഷിക്കാനും ഇലക്ട്രോണിക് ഉൽപ്പാദനം 6 വർഷത്തിനുള്ളിൽ $500 ബില്യൺ ആക്കാനുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിക്ക് സാംസങ് പ്ലാന്റിലെ സമരം തിരിച്ചടിയാകുമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ കുറഞ്ഞ വേതനത്തിന് പണിയെടുപ്പിക്കാമെന്ന ആഗോള കുത്തക കമ്പനികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയങ്ങൾക്കെതിരായ മുന്നറിയിപ്പ് കൂടിയാണ് ദക്ഷിണ കൊറിയൻ കമ്പനിയുടെ പ്ലാന്റിൽ നടക്കുന്ന സമരം.